കോടികളുടെ തട്ടിപ്പ് നടത്തിയ 3 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. മയിൽ സ്വദേശികളായ ദമ്പതികളും മകനുമാണ് പിടിയിലായത്. കർണാടക സ്വദേശിയിൽ നിന്ന് 61,86,00,000 രൂപയാണ് തട്ടിയത്. മയിൽ സ്വദേശികളായ രാധാകൃഷ്ണൻ, ഭാര്യ ഷീബ, മകൻ ഷാരോൺ എന്നിവരാണ് പിടിയിലായത്. വീടും സ്ഥലവും നൽകാമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു ഈ തട്ടിപ്പ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, വലിയൊരു തട്ടിപ്പാണ്, 1-2 കോടിയല്ല, 61 കോടിയുടെ തട്ടിപ്പാണ് നടത്തിയത്. ഈ കർണാടക സ്വദേശികളെ ഇവർ എന്ത് പറഞ്ഞാണ് കബളിപ്പിച്ചത്? എങ്ങനെയാണ് ഈ പണം തട്ടിയെടുത്തത്? അശ്വതി, കണ്ണൂരിൽ വീടും സ്ഥലവും വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഇത്ര വലിയൊരു തട്ടിപ്പ് ഈ മയിൽ സ്വദേശികൾ നടത്തിയത്. കർണാടക സ്വദേശിയുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് 61,86,00,000 രൂപയാണ് തട്ടിച്ചെടുത്തത്. ദക്ഷിണ കന്നഡ സ്വദേശിയായ വലേരിയൻ ആൽബർട്ട് ഡിസൂസയാണ് ഈ ഒരു തട്ടിപ്പിന് ഇരയായത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 4 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. അയിനത്ത് രാധാകൃഷ്ണൻ എന്ന ആൾ, അതുകൂടാതെ അവരുടെ ഭാര്യ ഷീബ KP, അവരുടെ മക്കളായ ഷാരോൺ കുമാർ, അതുപോലെ തന്നെ രാഹുൽ KOP എന്നീ 4 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 3 പേരെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഈ പ്രതികളുടെ വീട്ടിൽ പോലീസും അതുപോലെ തന്നെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും പരിശോധനകളടക്കം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിലും അടുത്ത കാലത്തായി നടന്ന വലിയൊരു തട്ടിപ്പ് തന്നെയാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. അശ്വതി, തീർച്ചയായും മിഥുൻ പിള്ള, എന്തായാലും 61 കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ കണ്ണൂർ സ്വദേശികൾ കർണാടക സ്വദേശികളെ കബളിപ്പിച്ച് നടത്തിയിരിക്കുന്നത്.